2024 അരുത്തപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 22 നടന്ന പുറത്തു നമസ്കാരത്തിൻ്റെ പ്രദർശനത്തിൻ്റെയും പ്രധാന ഭാഗങ്ങൾ. ഇത് നമ്മുടെ തിരുനാളാണ്. നമ്മുടെ വല്യച്ഛനെ ബഹുമാനിക്കുന്ന തിരുനാളാണ്. ഈ നാടിന് മുഴുവൻ അനുഗ്രഹം പകരാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് കാഴ്ചക്കാരാ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന ഭാഗത്ത് ഭക്തിപൂർവം അണിനിരക്കുവാനായി പരിശ്രമിക്കും. 101 പൊൻകുരിശുകളാണ്, സ്വർണ്ണ കുരിശുകളാണ് ഈ പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്നത്. 100 പൂർണ്ണതയുടെ അടയാളമാണ്. 101 എന്നത് പൂർണ്ണതയുടെ തികവിന്റെ അടയാളമാണ്. പൂർണ്ണ സാന്നിധ്യം നമ്മുടെ ഇടയിൽ തന്നിരിക്കുന്നു എന്നതിന്റെ അടയാളമായി, പൂർണ്ണതയുടെ അടയാളമായി, ദൈവപ്രഭയുടെ സൂചന നൽകുന്ന സ്വർണ്ണ നിറത്തിലുള്ള കുരിശുകൾ വഹിച്ചുകൊണ്ട് 101 സ്വർണ്ണ കുരിശുകൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം ഭക്തിനിർഭരമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ പ്രദർശനത്തിൽ അണിനിരക്കുവാൻ ഇനി ആരെങ്കിലും ആഗ്രഹിക്കുന്നില്ല, അവർ സൺഡേ സ്കൂളിന്റെ ഓഫീസിന് സമീപത്തേക്ക് ചെല്ലണമെന്ന് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് 101 പൊൻകുരിശുകൾ ഇത് നമ്മുടെ കൺമുമ്പിലൂടെ സ്വർഗീയ പ്രഭ ചിന്തിക്കൊണ്ട്, സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനം നൽകിക്കൊണ്ട് ഈ നഗരത്തിന്റെ വീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. ഇത് കുരിശാണ്, ഈശോയുടെ പ്രതീകമാണ്, സഹനത്തിന്റെ പ്രതീകമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്, ക്ഷമയുടെ അടയാളമാണ്, സാഹോദര്യത്തിന്റെ അടയാളമാണ്, ദൈവത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ്, കാരുണ്യത്തിന്റെ പ്രതീകമാണ്. നമ്മൾ ഈ കുരിശുകളിലെല്ലാം കാണുന്നത് ഈശോയെ തന്നെയാണ്. ഒരു വിശ്വാസി എവിടെ നോക്കിയാലും കാണുന്നത് ഈശോയുടെ കുരിശിനെയാണ്, ഈശോയുടെ സാന്നിധ്യമാണ് എന്നതാണ്. ഇത്രയേറെ കുരിശുകൾ നൽകുന്ന സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും നിറമുള്ള കുരിശുകൾ, സ്വർണ്ണത്തിന്റെ പ്രഭയുടെ സൂചനയാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ അരുവിത്തൂർ ദേവാലയം ഇതിന്റെ മുകളിൽ നിന്ന് വീക്ഷിച്ച ഒരു കുരിശിന്റെ ആകൃതിയാണ്. ഈ ഭൂമിയിൽ ദൈവം പതിച്ചിരിക്കുന്ന, സ്ഥാപിച്ചിരിക്കുന്ന രക്ഷയുടെ അടയാളമാണ് കുരിശ്. ആ കുരിശിന്റെ ആകൃതിയിലാണ് നമ്മുടെ ഈ സ്നേഹം നിറഞ്ഞ അരുവിത്തൂർപ്പള്ളി രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ദൈവസ്നേഹത്തിന്റെ വലിയ അടയാളമായി നമ്മൾ കാണുകയാണ്.
നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തുടങ്ങുന്നത് വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ടാണ്. നമ്മുടെ പല ആരാധനകളും അവസാനിപ്പിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ ആശീർവാദത്തോടെ. കുരിശ് ഒരധിക ചിഹ്നമാണ്, ഒരു പോസിറ്റീവ് സൈനാണ്. ദൈവം മനുഷ്യനെ കൂടുതലായി സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ്. ദൈവം മനുഷ്യനോട് അധികമായി ക്ഷമിച്ചു എന്നതിന്റെ അടയാളമാണ്. ഇംഗ്ലീഷിൽ കുരിശിന് ക്രോസ് എന്നാണ് പറയുക. ഈ ഭൂമിയിൽ നിന്ന് മറ്റൊന്നിലെ ഭക്തിപൂർവ്വം ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ നമുക്ക് പരിശ്രമിക്കാം. ആരെങ്കിലും ഇനിയും മുത്തുകുടകൾ എടുത്ത് ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവര് സൺഡേ സ്കൂൾ ഓഫീസിന് സമീപത്തേക്ക് ചെല്ലണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഈ പ്രദക്ഷിണത്തിന് പങ്കാളികളാകാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ കാഴ്ചക്കാരില്ല, പങ്കെടുക്കുന്നവരും ഈ തിരുനാളിന്റെ അനുഗ്രഹം കുരിശുകൾ സംവഹിക്കുന്ന ഈ പ്രദക്ഷിണത്തിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസഹദായെ അരുവിത്തുറ വല്ലിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗീവർഗീസഹദായെ അരുവി തീർന്ന വിശുദ്ധി തൻ പീഠത്തിൽ വിളങ്ങുന്ന ജ്യോതിസേ വിളിക്കുന്നു സാദരം അരുവിത്തുറവാഴും സഹദായേ. നീ കൊണ്ട് നിന്നു ആൺമീൻ്റെ അടുത്ത് വന്നു. നിങ്ങളെയൊക്കെ വീട് എന്താ കല്ലുവെച്ച കമ്മലുകൾ ആധുനിക മെഷീൻ വർക്കുകൾ കൊണ്ട് ആകർഷിക്കുന്ന വൈവിധ്യമാണ്.